ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामय्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवा साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्विताश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्ते राधाकान्त नमोस्तुते सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंकुं लङ्कायते गिरिं यत्कृपातमं श्रीगुरुं दीनतारिणं परमानन्दमाधव ശ്രീചൈതന്യം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. നമ്മള് ഭക്തി രസാമൃത സിന്ധുവിനെ കുറിച്ചിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. ആരെങ്കിലും നമ്മൾ ഏതുവരെ നിർത്തി എന്നുള്ള സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, കർമ്മത്തെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 4 വിധത്തിലുള്ള കർമ്മങ്ങൾ, സഞ്ചിത കർമ്മം, അതിന്റെ വിശദീകരണം ഒന്നും കൂടി ഇലാബറേറ്റ് ആയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ ഏതുവരെ ഒരു സമ്മറി നമ്മുടെ ക്ലാസ്സിന്റെ. കാരണം നിർഭാഗ്യവശാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കും എനിക്ക് വരാൻ പറ്റാത്തത്. പ്രഭുജി, കർമ്മഫലത്തെ കുറിച്ചായിരുന്നു പറഞ്ഞു. കർമ്മഫലത്തെ കുറിച്ച് 4 വിധത്തിലുള്ള കർമ്മം, 4 സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, അതിന്റെ വിശദീകരണമായിരുന്നു പ്രഭുജി പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അതിലെന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം അത് ക്ലിയർ ചെയ്യാം. ഇപ്പോ നമ്മുടെ എല്ലാ ഭക്തന്മാരും ചാൻഡിങ് എല്ലാം ഹൈ ക്ലാസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചു. ഈ ഭക്തിരസാമൃത സിന്ധു എല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചാൻഡിങ് കൂടെ പെർഫെക്ഷൻ ആവണം. അത് ഉണ്ടാവുന്നുണ്ടോ അതോ അങ്ങനെ ഇരിക്കുന്നു? പ്രഭുജി, സൗണ്ട് കുറവാണ് പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം പ്രഭു. ഇപ്പൊ സൗണ്ട് കുഴപ്പമില്ലല്ലോ? പ്രഭു ക്ലിയർ ആണ്, എല്ലായിടത്തും ക്ലിയർ ആണ്. ചില ഭാഗങ്ങളിൽ റേഞ്ച് ഇല്ല, അതാണ്. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു പ്രഭു. അപ്പൊ നമ്മള് ഭക്തി രസ അമൃത സിന്ധുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്തിരസം നമുക്ക് ശ്രീല രൂപ ഗോസ്വാമിയുടെ കൃപ കൊണ്ടാണ് ഭക്തിരസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്.
അല്ലെങ്കിൽ കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്ന് ശ്രീ രൂപ ഗോസ്വാമിയുടെ കൃപ മൂലം ഭക്തിയെ പറ്റിയിട്ടുള്ള കുറച്ച് അറിവുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദരുടെ കരുണയാണ്. പിന്നെ വർത്തമാന ഗുരുക്കള അവരുടെ കരുണ നമ്മുടെ മേലെയുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതും നമുക്കെല്ലാവർക്കും ഇതെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ നമ്മൾ ഭക്തി ചെയ്യുന്ന സമയത്ത് ഭക്തി തീവ്രമായിരിക്കണം. ഇതെല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് നല്ല ഭക്തി ചെയ്തിട്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ചെന്ന് ചേരണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തയ്യാറാവുന്നതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉത്തമ ഭക്തി 3 തരത്തിലുണ്ട്. ഒന്ന് സാധന, ഭാവ, പ്രേമ. ഇത് 3ഉം ഉത്തമ ഭക്തി തന്നെയാണ്. സാധന, ഭാവ, പ്രേമ. ഈ സാധന അല്ലെങ്കിൽ ഭാവ അല്ലെങ്കിൽ പ്രേമ, ഈ 3 സ്റ്റേജിലും നമുക്ക് രണ്ട് ഗുണങ്ങള് ലഭിക്കുന്നുണ്ട്. അതായത് സാധനയിൽ 2, ഭാവയിൽ 2, പ്രേമയിൽ 2. എന്താണ് ഈ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഇത് ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് പ്രാഥമികമായിട്ടുള്ള ഗുണങ്ങളെന്ന് തന്നെ പറയണം. ഈ പ്രാഥമികമായിട്ടുള്ള ഗുണങ്ങൾ സാധനയെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ നാമം ജപിക്കുന്ന സമയത്ത് എല്ലാവരോടും കൂടിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയാം. നാമം ജപിക്കുന്ന മാത്രയില്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസവും നാമം ജപിച്ചിരിക്കുന്നു, ഈ നാമം ജപിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല അതും തദൈവയാണോ? ഹരേ കൃഷ്ണ പ്രഭു. ഉണ്ടായിട്ടുണ്ട് പ്രഭു. എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. എനിക്കാണെങ്കിലേ ഞാന് നേരത്തേക്ക് 6 മണിക്ക് അല്ലെങ്കിൽ 5:30 മണിക്കൊക്കെ എണീറ്റ്, ഇപ്പൊ കറക്റ്റ് 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീറ്റ് എല്ലാ ദിനകൃത്യങ്ങളും 3 മണിക്ക് ശേഷം ഇങ്ങനെ തുടർച്ചയായി ചെയ്യും. നമ്മുടെ ഇതെല്ലാം കേൾക്കും. നമ്മുടെ പ്രയർ ചെല്ലാനുള്ള ചെല്ലും, അല്ല ഗുരുജിമാരുടെ എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ പോകുന്നുണ്ട്. മറ്റത് അങ്ങനെ ആയിരുന്നില്ല പ്രഭു. കാരണം 7 മണിക്ക് എണീറ്റാലും കറക്റ്റ് അതുപോലെ പോയിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. അതന്നെ ഏറ്റവും വലിയ മാറ്റം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ? ഹരേ കൃഷ്ണ പ്രഭു. ഇതിനകത്ത് കയറിയതിനു ശേഷം 3:30 തന്നെ ഞാൻ എഴുന്നേക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് അങ്ങേയറ്റ് 1-2 ദിവസങ്ങളെ മുടങ്ങാറുള്ളൂ. എന്തെങ്കിലും വയ്യായി അങ്ങനെ ഉണ്ടെങ്കിൽ. എന്നാലും കിടക്കാൻ തോന്നാറില്ല. നമ്മൾ ആ സമയമാകുമ്പോൾ നമുക്ക് എഴുന്നേക്കണം എന്നുള്ള വെപ്രാളാണ്. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ നമുക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ നമുക്കല്ല, എല്ലാം ഭഗവാന്റെ ഹിതം, ഭഗവാന്റെ ഇഷ്ടം എന്നുള്ള ഒരു രീതിയിലേക്ക് അത്രയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രഭു. ശ്രീകൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട്, ഈ സത്സംഗം എടുക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങളിൽ എന്ത് ചെയ്തു? ഹരേ കൃഷ്ണ. എന്റെ അനുഭവം പറയട്ടെ പ്രഭു. പറയണം പ്രഭു. എനിക്കാണെങ്കിൽ ഞാൻ നാമം ഏകദേശം ഒരു സ്റ്റെപ്പായിട്ട് സ്റ്റഡി ആയിട്ട് ഏകദേശിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റഡി ആയിട്ടുള്ള ജപമാണ് എൻ്റെത്. എനിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം നാമം ജപിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു നഷ്ടപ്പെട്ടതുപോലുള്ള ഒരു തോന്നലുണ്ടാകും.
അങ്ങനെയാണ് എന്റെ വെരി കാര്യം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പറയണം മാതാജി. ഒരു മാതാജി വന്നിരുന്നല്ലോ, പറയണം മാതാജി. പ്രഭു ഹരേ കൃഷ്ണ. എനിക്കാണെങ്കിൽ Very good. ഞാൻ 16 മാല ജപിക്കുന്നുണ്ട് പ്രഭു, കൃത്യമായിട്ട്. ചില ദിവസം അതിൽ കൂടുതൽ ജപിക്കും. പക്ഷെ 16 മാല കൃത്യമായിട്ട് ഒരു ദിവസം ജപിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മാല കുറഞ്ഞു പോയാൽ നമുക്ക് അയ്യോ എനിക്ക് ഒരു മാല കുറഞ്ഞു പോയല്ലോ, അതും കൂടെ ജപിച്ചാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയാ പിറ്റേന്ന്. അതിന് രാവിലെ എണീച്ച് ആ ഒരു മാലയുടെ കൂടെ കുറവ് നികത്തും. പണ്ട് എനിക്ക് ഹൈ പ്രഷറാ പ്രഭു. പക്ഷെ എനിക്ക് ഇതിൽ കയറിയതിന് ശേഷം കൃത്യനിഷ്ഠയായിട്ട് ഈ നാമം ചൊല്ലി ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഉറക്കമുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് കോപം വരത്തില്ല. ആരെങ്കിലും ഓഫീസിലൊക്കെ തന്നെ എന്തെങ്കിലും ആരെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന കണ്ടാലും ഞാൻ മനസ്സുകൊണ്ട് അപ്പൊ ഹരേ കൃഷ്ണ ജപിച്ച് അതിന് മറുപടി പറയാതെ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ശ്രീല രൂപഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭക്തിരസാമൃത സിദ്ധുവിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധന സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സാധനയാണ്. പക്ഷെ ഇതും ഉത്തമ ഭക്തി തന്നെയാണ് കേട്ടോ. സാധന എന്നത് ഉത്തമ ഭക്തി 3 തരത്തിൽ, അതായത് ഉത്തമ ഭക്തിയെ 3 തരത്തിലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധന, ഭാവ, പ്രേമ. അപ്പൊ നമ്മളിപ്പോ സാധന സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഈ സാധന സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ 2 ഗുണങ്ങള്, 2 ക്വാളിറ്റീസ്, ഈ സാധന സ്റ്റേജിൽ 2 ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന് ക്ലേശാഗ്നി എന്ന് പറയും. ക്ലേശാഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടങ്ങൾ ഇല്ലാതെയാവുന്നവർ. അതായത് ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് ഇല്ലാതെയായി. അത് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഈ എന്തൊക്കെയാണ് കഷ്ടങ്ങൾ നമുക്ക് ഭൗതികതയിൽ കിട്ടുന്നത്? ഒന്ന് അവിദ്യ. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചിട്ടുള്ള ഒരു അറിവുമില്ല, ഭക്തിയെ കുറിച്ചിട്ട് ഒരു അറിവുമില്ല. ഈ അവിദ്യ ഉള്ളത് കൊണ്ടാണ്, ഈ അവിദ്യയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ആഗ്രഹങ്ങള് പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി. യെസ്. അപ്പൊ ഈ കർമ്മം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പിന്നെ നമ്മൾ എന്ത് കിട്ടുന്നു? അടുത്ത എന്താണ്? അടുത്ത സ്റ്റേജ് കർമ്മഫലം. അപ്പോ ഈ ആദ്യമായിട്ട് നമ്മുടെ അവിദ്യ മാറിക്കഴിഞ്ഞാല്, അവിദ്യ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് ഇല്ലാത്തൊരവസ്ഥയാണ് അവിദ്യ എന്ന് പറയുന്നത്. പക്ഷെ നാമം ജപിക്കുന്ന സാധനയിൽ നമ്മൾ സാധന ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ അവിദ്യ നമ്മളിൽ നിന്നും മാറും. അടുത്തത് അസ്മിത. അസ്മിത എന്ന് വെച്ച് കഴിഞ്ഞാല് ഫാൾസ് ഈഗോ. ഞാൻ 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 എന്നുള്ള ചിന്താഗതി, ഈഗോ നമ്മളിൽ നിന്നും ഇല്ലാതെ. ഇപ്പൊ മാതാജി പറഞ്ഞു, മാതാജി പെട്ടെന്ന് കോപിക്കുന്ന കൂട്ടത്തിലാണ്, ഓഫീസിൽ ആരോടും ഇപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, ആ സമയത്ത് ഭഗവാനെ വിളിക്കുന്നത്. അപ്പൊ ഈ ഈഗോ, ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈഗോ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നുന്നത്. അപ്പൊ ആ ദേഷ്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അടുത്തത് രാഗ. രാഗ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്ന് ഒരു വസ്തുവിനോട് തോന്നുന്ന പ്രിയം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ആളോട് മാത്രം പ്രിയം തോന്നണം, ബാക്കിയുള്ള ഒന്നിനോട് നമുക്ക് പ്രിയം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് തോന്നേണ്ട പ്രിയം ആരോടാ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭഗവാനോടാണ്. ആ പ്രിയം അത് സദാസമയം ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അതായത്
ഭഗവത് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ നിന്നുള്ള ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരും. അപ്പൊ രാഗം ഇല്ലാതെയായിത്തീരുന്നു. അതായത് ഒരു വസ്തുവിനോടുള്ള ആ അറ്റാച്ച്മെന്റ്, എനിക്കത് വേണം, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അതില്ലാതെയാവും. അടുത്തത് ദ്വേഷ. ദ്വേഷ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വെറുപ്പ്. വെറുപ്പ്. അപ്പൊ ഈ പതുക്കെ പതുക്കെ ഇല്ലാതെയായിത്തീരും. ഇതിന്റെയൊക്കെ ബേസിസ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയും ക്യാൻ ആൻഡ് ബി ഹാപ്പി എന്ന് പറയുന്നത്. കാരണം ഈ ക്ലേശാഗ്നികളെല്ലാം, അതായത് ഇതൊക്കെയാണ് ക്ലേശാഗ്നിയിൽ വരുന്നത്. ക്ലേശാഗ്നി എല്ലാം എന്ത് ചെയ്യുന്നു? ഈ ക്ലേശങ്ങളെല്ലാം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം നമ്മളിൽ നിന്നും ഇല്ലാതെയായിത്തീരും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോ ആദ്യത്തേത് എന്താണ്? ക്ലേശാഗ്നി. ക്ലേശാഗ്നിയുടെ പാർട്ടുകളാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. എന്തൊക്കെയാണ്? അവിദ്യ, പിന്നെ അസ്മിത, രാഗ, ദ്വേഷ. അടുത്തത് അഭിനിവേശ എന്ന് പറഞ്ഞിട്ടൊന്നും കൂടി അതിൽ ആഡ് ചെയ്യണം. അഭിനിവേശ എന്ന് വെച്ച് കഴിഞ്ഞാല് മരണഭയം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടിയിരിക്കുന്ന ഒരവസ്ഥ. അഭിനിവേശം ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ അഭിനിവേശം. ഇപ്പോ ആസിഡിന്റെ രൂപത്തിലൊക്കെയാണ് കാണാറുള്ളത് നമ്മൾ. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ആ വാളെടുത്ത് വെട്ടിക്കൊണ്ടില്ല. ഇതാണ് അഭിനിവേശമായി കാണുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണിതെല്ലാം. അപ്പോ ഇതെല്ലാം പ്രഭുജി സ്റ്റക്കായിരുന്നു. ഹരിബോൾ. കേൾക്കാം പ്രഭുജി. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണോ ഉത്തമ ഭക്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ സിൻസിയറായിട്ട് ഭക്തി ചെയ്യുന്നത്, അങ്ങനെ സിൻസിയറായിട്ട് ഭക്തി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്ലേശങ്ങള് ലെയറായിട്ട് കിടക്കുന്ന ക്ലേശങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഡിസോൾവ് ആകും, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് ഇല്ലാതെയായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറയണത്, നമ്മുടെ ഭക്തി നമ്മള് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ 4 ഭാഗങ്ങള് 4 ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്ലോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മിനിമം ഒരു 20-25 ക്ലാസ് എങ്കിലും വേണ്ടി വരും ഈ ഭക്തിരസാമൃത സിന്ധുവിന് വേണ്ടിയിട്ട്. അപ്പോ നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങളുടെ എന്തൂസിയാസം, അതാണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക്. പിന്നെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എല്ലാ സമയത്തും കയറാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. നമ്മൾ ചെറുതായിട്ട് ഈ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില ഓർഡർ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഭക്തന്മാരെ ക്ഷമിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഈ ഭക്തി, ഉത്തമ ഭക്തി, അതായത് സിൻസിയറായിട്ട് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, സിൻസിയാരിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സിൻസിയർ ആയിരിക്കണം നമ്മൾ. അപ്പൊ സിൻസിയർ ആയിട്ട് ഭക്തി ചെയ്യുന്ന മാത്രയില് എന്ത് സംഭവിക്കുന്നു? ഈ ക്ലേശാഗ്നി, അതായത് ലെയറായിട്ട് കിടക്കുന്ന, അടുക്കടുക്കായി കിടക്കുന്ന നമ്മുടെ പാപങ്ങളെല്ലാം ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരും. ഇനി അടുത്തത്, ആദ്യം ക്ലേശാഗ്നിയാണ്,
രണ്ടാമത്തത് ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു. രണ്ടാമത്തെ പോർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശുഭത. ഇത് സാധനയിലെ രണ്ട് സ്വഭാവ സവിശേഷമാണ്. സാധന ചെയ്യുമ്പോൾ, അതായത് സാധന എന്ന് പറയുന്ന ആ പോർഷനിൽ വരുന്ന രണ്ട് സ്വഭാവ സവിശേഷതകളാണ് ഒരു സാധന ചെയ്യുന്ന ഭക്തന്മാരിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഭക്തന്മാരിൽ ഈ ക്ലേശാഗ്നിയും ശുഭതയും എല്ലാം ഉണ്ടാകുന്നതിനല്ല. അതായത് എന്തായാലും പ്രത്യേകിച്ച് പറയുന്നത് സാധനയുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്ലേശാഗ്നിയും മറ്റൊന്ന് ശുഭത എന്ന് പറയുന്നത്. ശുഭത എന്ന് പറയുന്നത് എന്താണ്? Auspiciousness. യെസ്, അതായത് എന്ത് ഓസ്പിഷ്യസ്നെസ് ആണ്? ബെസ്റ്റ് ഓഫ് ദ ഓസ്പിഷ്യസ്നെസ് എന്ന് പറയും. ഇതാണ് ആചാര്യന്മാർ രൂപഗോസ്വാമി തന്നിരിക്കുന്നത്. അതായത് നമുക്ക് നല്ലത് ഓസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബെസ്റ്റോ ചെയ്ത് അനുഗ്രഹിച്ചിരിക്കും. അനുഗ്രഹം എന്ന് പറയാമത്. ഇത് ഭൗതികമായിട്ടുള്ള ഓസ്പിഷ്യസ്നെസ് മാത്രമല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ഓസ്പിഷ്യസ്നെസ്. ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്കറിയാം രണ്ട് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒന്ന് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് പുരോഗതിയുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്. ശുഭത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. അനുഗ്രഹ രൂപത്തിൽ നന്മകൾ വരുന്നു. അപ്പൊ ഇതിലെന്തൊക്കെയാണ് ഈ ഓസ്പിഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മാതാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും നമുക്ക് ആ മാതാജിയിലേക്ക് പോകാം. നല്ല സ്വഭാവം, അതായത് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തനില് നല്ല സ്വഭാവ സവിശേഷതകൾ കാണാൻ സാധിക്കും. രണ്ടാമത്തത് ഭഗവാനോടുള്ള ഭക്തി, അത് അതിതീവ്രമായിരിക്കും. ആ വ്യക്തി, ഈ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് നാമരുചി ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു പ്രഭു പറഞ്ഞല്ലോ നമ്മളോട്, പ്രഭു തന്നെയാണ് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാമരുചി. നാമരുചിയുടെ ഒരു കഥയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒരു രാമഭക്തൻ ഉണ്ടായിരുന്നു. ഈ രാമഭക്തൻ, അദ്ദേഹത്തിന് രാമനാമം ചൊല്ലുന്നത് നിർത്താൻ പറ്റില്ല. അദ്ദേഹം സദാസമയം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാമ ജയ രാമ ജയ ജയ രാം, ശ്രീരാമ ജയ രാമ ജയ ജയ രാം, ശ്രീരാമ ജയ രാമ ജയ ജയ രാം. ഇങ്ങനെ രാമനാമം സദാസമയം ചൊല്ലിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് പോലെ. അപ്പോ ഈ ഭക്തനെ കൊണ്ട് ഏതവസ്ഥയിലും അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമ്മള് ആരും ബാത്റൂമിൽ പോയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാറില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഉച്ചത്തിൽ ചൊല്ലാറില്ല. പക്ഷെ ഈ പ്രഭുവിന്, ഈ ഭക്തന് ഉച്ചത്തിൽ ചൊല്ലാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം സദാസമയവും ശ്രീരാമ ജയ രാമ ജയ ജയ രാം ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ബാത്റൂമിന് പോയി. അങ്ങനെ അദ്ദേഹം ബാത്റൂമിൽ ഇരുന്നിട്ട് ജയ രാമ ശ്രീരാം ജയ ജയ രാം, ജയ രാമ ശ്രീരാം ജയ ജയ രാം, ജയ രാമ ശ്രീരാം ജയ ജയ രാം, ജയ രാമ ശ്രീരാം ജയ ജയ രാം. ഇങ്ങനെ രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ നമ്മുടെ ഹനുമാൻ
മേലെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമനാമം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ജിജ്ഞാസയായി. ആഹാ, ഇതാരാണ് എൻ്റെ ഭഗവാന്റെ നാമം ചൊല്ലുന്നത്? ഞാനൊന്ന് കണ്ട് അവരെ വിഷ് ചെയ്തിട്ട് വരാന്ന് വെച്ചിട്ട് ഉടനെ തന്നെ ഹനുമാൻ അവിടെ ചെല്ലുകയാണ്. അപ്പൊ അദ്ദേഹം ആരാണത് ചൊല്ലുന്നറിയാൻ വേണ്ടിയിട്ട് ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓരോ റൂമിലും പോയി നോക്കുകയാണ് ആരാണത് ജപിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം അദ്ദേഹം സെറ്റിംഗ് റൂമിൽ പോയി, ലിവിംഗ് റൂമിൽ പോയി നോക്കി, അതിനുശേഷം ബെഡ്റൂമിൽ പോയി, ബെഡ്റൂമിൽ കാണുന്നില്ല. പിന്നെ ഡൈനിങ് ഹാളിൽ പോയി, അവിടെയും കാണുന്നില്ല. ആരാണ്? അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്റെ കാത് കൂർപ്പിച്ച് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടുന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന്. അപ്പൊ നോക്കുമ്പോഴേ ഈ ശബ്ദം വരുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്നാണ്. എന്റെ ഭഗവാന്റെ നാമം ബാത്റൂമിൽ നിന്ന് ചൊല്ലുന്നു. ആരാണിവൻ? ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹനുമാൻ വെയിറ്റ് ചെയ്യുകയാണ്. വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉള്ളിൽ ഇരുന്നിട്ട് അദ്ദേഹം ബാത്റൂം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയ രാം ശ്രീരാം ജയ ജയ രാം, ജയ രാം ശ്രീരാം ജയ ജയ രാം, ജയ രാം ശ്രീരാം ജയ ജയ രാം, ജയ രാം ശ്രീരാം ജയ ജയ രാം. നാമം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ദേഷ്യം കൂടിക്കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്ന മാത്രയില് ഹനുമാൻ എന്ത് ചെയ്തു? ഒരൊറ്റടിയാണ്. എന്നിട്ട് ചോദിച്ചു, എന്റെ ഭഗവാന്റെ നാമം, ശ്രീരാമന്റെ നാമം ബാത്റൂമിലിരുന്ന് ചൊല്ലാനുള്ളതാണോ എന്ന് ചോദ്യം ഒറ്റടിയാണ്. ഭക്തൻ അന്താളിച്ചു പോയി. കാരണം നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, നാംനാമകാരി ബഹുദാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ ഏതാദൃശി തവ കൃപ ഭഗവൻ മമാബേ ദുർദൈവമീദൃശമിഹാജനിന അനുരാഗഃ. നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇതൊന്നുമില്ല. നാമം നമുക്ക് എപ്പോ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ വെച്ച് ചൊല്ലാൻ പറ്റും. അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നാമത്തില് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള നാംനാമകാരി ബഹുദാൻ സർവശക്തി, ഭഗവാന്റെ പൂർണ്ണ ശക്തിയും അദ്ദേഹത്തിന്റെ നാമത്തിലുണ്ട്. നാംനാമകാരി ബഹുദ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ. ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളും ഇല്ല, സ്മരിക്കാനുള്ള നിയമം, അതായത് എപ്പ സ്മരിക്കണം എപ്പ സ്മരിക്കാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങളൊന്നും വരുന്നില്ല. സദാസമയം 24 മണിക്കൂറും നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഇതാണ് ആ ഭക്തൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഭഗവാന്റെ നാമം ചൊല്ലാതിരിക്കാൻ പാടില്ല, സദാസമയം ഭഗവാന്റെ നാമം ചൊല്ലണം. എന്നാലും ഈ ഭക്തൻ ബാത്റൂമിലെല്ലാം പോകുമ്പോൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഭഗവാന്റെ നാമം ഉടൻ ചൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളും ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് എല്ലാവരും, അല്ലേ? നമുക്ക് ആ സമയത്ത് ഭഗവാനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉണ്ടാവണം. കാരണം ബാത്റൂമിൽ ഇരുന്നിട്ടൊക്കെ ആളുകൾ മരിക്കാറുണ്ട്. മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം. അതാണ് സ്പെഷ്യാലിറ്റി. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി. എന്താണ് നമുക്ക് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നത്? അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അല്ലെങ്കിൽ ഇസ്കോൺ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എങ്ങനെ മരിക്കണമെന്നാണ്. ചില
ആളുകള് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട്. പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. എങ്ങനെ മരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയാണ്. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയില് നമ്മളെ എങ്ങനെ മരിക്കാൻ പ്രാപ്തരാക്കും, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ടുള്ള മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ നിന്നാണ്. ജീവിക്കാൻ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ആർട്ട് ഓഫ് ഡൈയിങ് പ്രഭു. ആർട്ട് ഓഫ് ഡൈയിങ്, കറക്റ്റ്. കേൾക്കുന്നല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എങ്ങനെ മരിക്കാമെന്നാണ്. അതുകൊണ്ടാണ് പറയണത് അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കളേവരം യാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അപ്പൊ എങ്ങനെ മരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയില്. അത് ഫോളോ ചെയ്യിപ്പിക്കുന്നതാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഓരോരുത്തരോടും. അതായത് ഇസ്കോൺ നമ്മളെ ഓരോരുത്തരെയും എങ്ങനെ മരിക്കണം എന്ന് മനസ്സിലാക്കി തരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കലേവരം യാ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മരിക്കുന്ന സമയത്ത് എന്നെ ഓർത്തുകൊണ്ട് മരിക്കൂ. നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിൽ വന്നു ചേരുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോ ആദ്യത്തെ സാധനയിലെ 2 പോർഷനാണ്. ഒന്ന് ക്ലേശാഗ്നി, അടുത്തത് ഒന്ന് ശുഭത. ശുഭത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വഭാവം, ഭഗവാനോടുള്ള ഭക്തി, പിന്നെ ഭഗവാന്റെ തിരുനാമത്തിനോടുള്ള താല്പര്യം. അടുത്തത് പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ത്വര. പാപകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ത്വര. ഇതെല്ലാം ഓസ്പിഷ്യസ്നെസ് ആണ്. ഇതെല്ലാം നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗുണങ്ങളാണ്. ഇത് ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞ ഗ്രന്ഥത്തില് 1.1.17 എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലേശാഗ്നി ശുഭദാമോക്ഷ ലഘുദാകൃത് സുദുർലഭ സാന്ദ്രാനന്ദ വിശേഷാത്മാ ശ്രീകൃഷ്ണ കൃഷ്ണാകർഷണി സാ. അതായത് ഈ ക്വാളിറ്റീസ് നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് അതായത് ഭഗവത് ഭക്തി, ഈ ഉത്തമ ഭക്തി, 3 തരത്തിലുള്ള ഉത്തമ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള ഉത്തമ ഭക്തി? ഒന്ന് സാധനാഭക്തി, മറ്റൊന്ന് ഭാവഭക്തി, മൂന്നാമത്തത് പ്രേമഭക്തി. ഈ മൂന്നിൽ നിന്നും നമുക്ക് 6 ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൽ ഈ 6 ഗുണങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അതിൽ 2 ഗുണങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഒന്ന് എന്താണ്? ക്ലേശാഗ്നി. രണ്ടാമത്തത് ശുഭത. അപ്പോ ഇത് ഉത്തമ ഭക്തിയുടെ ഗുണങ്ങളാണ് കേട്ടോ. ഓക്കെ, ഉത്തമ ഭക്തിയുടെ ഗുണങ്ങളാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അജാമിളന്റെ കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അജാമിളന്റെ കഥയില് അജാമിളൻ നാരായണ എന്ന് വിളിക്കുന്നതാണ്. നാരായണ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സകല പാപങ്ങളെയും ഭഗവാൻ ഇല്ലാതെയാക്കി. സകല പാപങ്ങളെയും അദ്ദേഹം ഇല്ലാതെയാക്കി. ഓക്കെ, അപ്പൊ ഈ ക്ലേശാഗ്നി എന്താണ് ചെയ്യുന്നത്? സാധനാ ലെവലിലുള്ള സകല അനർത്ഥങ്ങളെയും
എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാക്കുന്നു. അത് നമുക്ക് പറയാം. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ പ്രാരാബ്ധ കർമ്മങ്ങള്, അപ്രാരാബ്ധ കർമ്മങ്ങള്. ഈ പ്രാരാബ്ധ കർമ്മങ്ങളും അപ്രാരാബ്ധ കർമ്മങ്ങളും നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാരാബ്ധ കർമ്മങ്ങളെയും അപ്രാരാബ്ധ കർമ്മങ്ങളെയും ഇല്ലാതെയാക്കാൻ സാധനയാൽ സാധ്യമാണ്. അതേമാതിരി നമ്മുടെ അറിവില്ലായ്മ, അതേമാതിരി പാപകർമ്മങ്ങളുടെ ഫലങ്ങള്, ഈ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇല്ലാതെയാക്കുന്നു ഈ സാധനാ ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. അപ്പൊ ഈ സാധനയിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സകല നല്ല ഗുണങ്ങളും ഉണ്ടാകുന്നു. ആ നമ്മളിൽ സകല ഗുണങ്ങളും ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് മറ്റു ഭക്തന്മാർക്ക് കൂടി നമ്മളോട് ഒരു എന്താണ് തോന്നുന്നത്? അട്രാക്ഷൻ തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഭക്തന്മാരെ, നമുക്കറിയാം ഗൗരാംഗ് പ്രഭു, അതേമാതിരി ഒരുപാട് ഭക്തന്മാര്, അവരെല്ലാം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവന്മാരായിത്തീരുന്നു. അതെങ്ങനെയായിത്തീരുന്നത്? അവരുടെ ഭക്തി, അല്ലെങ്കിൽ അവരുടെ ഭക്തിയിൽ സാധന ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവരോട് നമുക്കൊരു അട്രാക്ഷൻ. ഇനി അടുത്തത്, സമയമുണ്ടോ? ശരി, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് സമുദ്രവാ, അങ്ങനെ അത് തീർച്ചയായിട്ടും പ്രഭു. ഇത് കുറേശ്ശെയായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്ലാസ് 4 ദിവസം കൊണ്ട് കഴിക്കാം. ജസ്റ്റ് ഓറലായിട്ട് പോവാം. നമ്മൾ കുറച്ചിങ്ങനെ ഇതൊക്കെ ആവുന്നത് കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഭക്തന്മാര് അതിനെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? ഇത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹരേ കൃഷ്ണ ഇതെല്ലാം പ്രഭു ഇത്തിരി ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് പറയൂ. ഓക്കെ പറയാം. മതി. അപ്പൊ ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെല്ലാം ശുദ്ധനാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രത്യേകതകളാണ്. അപ്പൊ ശുദ്ധനാമം ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാവണം. ഈ നാമം ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും നാമം ചൊല്ലുന്നുണ്ട്. ചിലവർ 64 മാല ജപിക്കുന്നവരുണ്ട്, ചിലവർ 34 മാല ജപിക്കുന്നവരുണ്ട്, 32 മാല ജപിക്കുന്നവരുണ്ട്, ചിലവർ 40 മാല ജപിക്കുന്നവരുണ്ട്. പ്രഭുപാദന്റെ കാലത്ത് ഒരു ശിഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ ഇദ്ദേഹം സദാസമയം ജപിച്ചുകൊണ്ടിരിക്കും. പ്രഭു ചോദിച്ചു, എന്താ ഇങ്ങനെ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രഭുപാദ്, ഭയങ്കര താല്പര്യമാണ് നാമത്തിനോട് ചെയ്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓക്കെ. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭക്തനെ കാണാനില്ലാതെ. എല്ലാവരും നോക്കുക, എവിടെ ഈ പ്രഭു പോയിരിക്കുന്നു? പ്രഭുവിനെ എവിടെയും കാണുന്നില്ല. കുറെയൊക്കെ തെരഞ്ഞു നോക്കി, എവിടെയും കണ്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഈ പ്രഭു കല്യാണം കഴിച്ച് തന്റെ കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ പോയി ചോദിച്ചു, ഇപ്പൊ നാമജപൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാന് ഒരുപാട് മാലകൾ ജപിച്ചു കഴിഞ്ഞില്ലേ, അത് ഈ ജന്മത്തിൽ തന്നെ ഈക്വൽ ആയിക്കൊള്ളും. അതുകൊണ്ട് ഞാൻ ഒരുപാട് മാല ജപിക്കുന്നുണ്ടായിരുന്നു.
ഇപ്പൊ ഞാൻ മാല ജപിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ ഈ നാമം ജപിച്ചുകൊണ്ട് നാമപ്രഭുവിനോട് നമുക്ക് ഒരു ലവ് ഉണ്ടാവണം, രാഗമുണ്ടാവണം. അങ്ങനെ നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ശുദ്ധനാമം ജപിക്കുന്നവർക്ക് പറയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശുദ്ധനാമം ജപിക്കാം. അങ്ങനെ ശുദ്ധനാമം ജപിക്കുന്നവരിൽ എന്ത് സംഭവിക്കുന്നു? നയനം ഗളതസ്തുതാരയാത് വദനം കത്തതരുതയാ ചിര പുളകയ നിശ്ചിതം വപൂകഥ തപനാമ ഗ്രഹണേ ഭവിഷ്യതി. അപ്പോ ഭഗവാന്റെ നാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട്, ശുദ്ധനാമം ജപിക്കുന്നതിന്റെ ഫലമായിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും, ശബ്ദം ഇടറും. നയനം ഗളതസ്തുതാരയാത് വതനം കത്തതരുതയാ ചിര. അടുത്തത് എന്താണ്? വദനം കക്കതരുതയാ ചിര. അടുത്തൊരു പോർഷൻ എന്താണ് വരുന്നത്? ഉലകേ നിജിതം വപൂകഥ തപനാമ ഗ്രഹണേ ഭവിഷ്യതി. നമ്മുടെ ശരീരം മുഴുവൻ പുളകിതമാകും. പുളകയിൽ വപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം. പുളകേ നിജിതം വപൂകഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി. അങ്ങയുടെ നാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട്, അങ്ങയുടെ ശുദ്ധനാമം ചൊല്ലുന്നതിന്റെ ഫലമായിട്ട് ഭഗവാനെ എന്നിൽ ഈ മാറ്റങ്ങൾ കാണുന്നു. അപ്പൊ ഇതാണ് ശുദ്ധനാമം ചൊല്ലുന്നതിന്റെ ഗുണം, അല്ലെങ്കിൽ ശുദ്ധനാമം നമ്മളിൽ പ്രവർത്തിക്കുന്നതിന്റെ സിംപ്റ്റമാണിതെല്ലാം. ഇതെല്ലാം നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് നാമം ജപിച്ചോളൂ. നാമമല്ലാതെ മറ്റൊന്നും ഈ കലികാലത്തില് നമ്മളെ സംരക്ഷിക്കുന്നില്ല. നമ്മുടെ പണമോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ ആരും തന്നെ നിങ്ങളെ, അല്ലെങ്കിൽ ആരും തന്നെ നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. ഈവൻ നിങ്ങള് ഡെയിലി ചേഞ്ച് ചെയ്യുന്ന ഈ ശരീരം കൂടി നിങ്ങളുടെ കൂടെ വരുന്നില്ല. ആത്മാവ് മാത്രമാണ് പോകുന്നത്. ആ ആത്മാവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ കൊടുക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഇത്രയും പഠിപ്പിച്ചത് സംക്ഷിപ്തമായിട്ടൊന്ന് പറയട്ടെ, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. സംക്ഷിപ്തമായിട്ട് പറയണം.